നമസ്കാരം. 1970 ജൂണിലെ ഹിന്ദി അഖണ്ഡ ജ്യോതി മാസികയുടെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അണയാത്ത ദീപം പോലെ മനുഷ്യ മനഃശാസ്ത്രത്തിന്റെയും ആത്മീയതയുടെയും അഗാധമായ അറിവുകളിലൂടെയുള്ള ഒരു യാത്രയാണിത്. നേരെ ആ വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം, അല്ലേ? ഈ യാത്ര നമ്മൾ സമർപ്പിക്കുന്നത് ഇതിന്റെ മഹാനായ രചയിതാവ് യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിക്കാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ ഇന്നത്തെ ആധുനിക മനസ്സുകൾക്ക് ഒരു ചിന്താവിപ്ലവത്തിന്റെ ദീപശിഖ പോലെയാണ് എക്കാലവും പ്രവർത്തിക്കുന്നത്. ആ വരികളിലെ ശക്തി നിങ്ങൾക്കും ഈ വിശകലനത്തിലൂടെ അനുഭവിക്കാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു ചെറിയ രൂപരേഖ ഇതാ: ധാർമ്മികതയും സ്വഭാവവും, ശാസ്ത്രവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം, ധ്യാനത്തിന്റെ ശാസ്ത്രം, പിന്നെ രാഷ്ട്രവും പ്രകൃതിയും, ഒടുവിൽ ശാശ്വത ആനന്ദം എന്നീ വിഷയങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം, ധാർമ്മികതയും മനുഷ്യന്റെ യഥാർത്ഥ മൂല്യവും. വിജയത്തെക്കുറിച്ചുള്ള നമ്മുടെ പൊതുവായ ചിന്തകളെ ഈ മാസിക ശരിക്കും തിരുത്തിയെഴുതുന്നുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ, അധാർമികമായി നേടുന്ന വിജയങ്ങൾ വളരെ ക്ഷണികമല്ലേ? അത് നമ്മളെ ആന്തരികമായി തകർക്കും. എന്നാൽ ധാർമ്മികമായി നമ്മൾ നേരിടുന്ന പരാജയമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആത്മീയ വിജയമാണ്. അത് നൽകുന്ന ആന്തരിക സമാധാനം ചെറുതൊന്നുമല്ല കേട്ടോ. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്: നമ്മൾ യാന്ത്രികമായി ചെയ്യുന്ന ഏതൊരു ആത്മീയ ആചാരങ്ങളെക്കാളും വളരെ പവിത്രമാണ് നമ്മുടെ ദൈനംദിന സ്വഭാവത്തിന്റെ പരിശുദ്ധി. അതുപോലെ തന്നെ ത്യാഗത്തിലൂടെയാണ് യഥാർത്ഥ സ്നേഹം പരീക്ഷിക്കപ്പെടുന്നതെന്നും അത് വളർന്നു വലുതായി പിന്നീട് ഭക്തിയായി മാറുന്നുവെന്നും വളരെ മനോഹരമായി ഇതിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം: ശാസ്ത്രവും ആത്മീയതയും സംഗമിക്കുന്ന ഇടം. സങ്കീർണമായ ശാസ്ത്രീയ ആശയങ്ങളെ എത്ര ലളിതമായാണ് ആചാര്യജി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. ദ്രവ്യവും പ്രതിദ്രവ്യവും, അതുപോലെ ഗുരുത്വാകർഷണവും പ്രതിഗുരുത്വാകർഷണവുമൊക്കെ ആത്മീയതയുമായി ബന്ധിപ്പിക്കുന്നത് വളരെ കൗതുകകരമാണ്. ഹൈഡ്രജന്റെ ലളിതമായ സ്വഭാവത്തെ ദൈവത്തിന്റെ സർവ്വവ്യാപിത്വം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച ഉദാഹരണമായി ഇതിലുപയോഗിച്ചിരിക്കുന്നു. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു നിരീക്ഷണമാണിതല്ലേ? ഈയൊരു ഭാഗം വായിക്കുമ്പോൾ നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഉള്ളിലെ ഈ ധാർമ്മിക തകർച്ച കാലക്രമേണ മനുഷ്യരാശിയെ ശാരീരികമായി വിരൂപരാക്കുമോ? നമ്മുടെ ആന്തരികമായ ആത്മീയ അവസ്ഥ നമ്മുടെ ഭാവി പരിണാമത്തെ അക്ഷരാർത്ഥത്തിൽ രൂപപ്പെടുത്തുമോ എന്ന് ഇത് നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്. വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണിത്. മൂന്നാമത്തെ ഭാഗം ധ്യാനത്തിന്റെ ആഴത്തിലുള്ള ശാസ്ത്രമാണ്, അഥവാ സാധനാ ത്രിവേണി. മനുഷ്യ മനസ്സിനെ യഥാർത്ഥത്തിൽ മാറ്റിയെടുക്കാനാവശ്യമായ 3 പ്രധാന ഘട്ടങ്ങളാണിവ. ഉപാസന, അതായത് ദൈവിക ഗുണങ്ങൾ ഉൾക്കൊള്ളാൻ ദൈവത്തിനരികെയിരിക്കുക. രണ്ടാമതായി സാധന, കർശനമായ ആത്മപരിശോധനയും അച്ചടക്കവും ശീലിക്കുക. പിന്നെ ആരാധന, അതായത് സമൂഹത്തിന് നിസ്വാർത്ഥ സേവനം നൽകുക. ഈ സാധനാ ത്രിവേണിയിലൂടെ കടന്നുപോകുമ്പോൾ മാത്രമേ ഒരാൾ പൂർണ്ണനാകുന്നുള്ളൂ എന്നാണിതിൽ വ്യക്തമാക്കുന്നത്. ഇനി നാലാമത്തെ ഭാഗം രാഷ്ട്രം, പ്രകൃതി, മനുഷ്യരാശി എന്നിവ തമ്മിലുള്ള അഗാധമായ ബന്ധത്തെക്കുറിച്ചാണ്. യഥാർത്ഥ ആത്മീയത ഒരിക്കലും വെറുതെ ഒരു ശൂന്യതയിൽ നിലനിൽക്കില്ല എന്ന് ഈ ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന മരുത്ത് ദേവതകളെപ്പോലുള്ള അദൃശ്യ പ്രകൃതി ശക്തികളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലോകമെമ്പാടും ഐക്യം കൊണ്ടുവരാൻ കഴിയുന്ന വേദസംസ്കാരത്തെക്കുറിച്ചും ശാരീരിക ആരോഗ്യത്തിനും ആത്മീയ കാരുണ്യത്തിനും പൂർണ്ണമായും അനിവാര്യമായ സസ്യാഹാരശീലത്തെക്കുറിച്ചും വളരെ വ്യക്തമായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊരു വളരെ ശക്തമായ വിപ്ലവകരമായ ചിന്തയാണ്. യഥാർത്ഥ ആദരവർഹിക്കുന്നത് സാർവത്രികമായ ആത്മാവാണ്, അല്ലാതെ ജനിച്ച ജാതിയല്ല. സമൂഹത്തിലെ അർത്ഥശൂന്യമായ എല്ലാ വിഭജനങ്ങളെയും ഇത് പൂർണ്ണമായും പൊളിച്ചെഴുതുന്നുണ്ട്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഈയൊരു ചിന്ത തീർച്ചയായും നമ്മെ സഹായിക്കും. അങ്ങനെ നമ്മള് ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുന്നു: ശാശ്വത ആനന്ദം, അഥവാ ആത്മവിസ്താരം. ആത്മീയ ശക്തിയുടെ മുഴുവൻ സത്തയും ഈ ആത്മവിസ്താരം എന്ന ഒരൊറ്റ വാക്കിലടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ ആത്മവിസ്താരം? നമ്മുടെ വ്യക്തിത്വത്തെയും സ്നേഹത്തെയും പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്ന തരത്തിൽ മാനസികമായി വികസിപ്പിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അഖണ്ഡ ആനന്ദത്തിലേക്ക്, അതായത് ശാശ്വതമായ സന്തോഷത്തിലേക്കുള്ള ഏക യഥാർത്ഥ വഴി ഇത് മാത്രമാണെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. 1970 ജൂണിലെ അഖണ്ഡ ജ്യോതിയുടെ ഈ സംഗ്രഹം നാം അവസാനിപ്പിക്കുമ്പോൾ ഈ അറിവുകൾ നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ധാർമ്മികതയുടെ ശക്തി, ശാസ്ത്രവും ആത്മീയതയും തമ്മിലുള്ള മനോഹരമായ ബന്ധം, ധ്യാനത്തിന്റെ ശാസ്ത്രം, പിന്നെ പ്രകൃതിയുമായുള്ള നമ്മുടെ ഐക്യം, ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം നൽകുകയാണ്. നിങ്ങളുടെ സ്വന്തം അതിരുകൾക്കപ്പുറത്തേക്ക് കടന്ന് നിങ്ങളുടെ ആത്മാവിനെ വികസിപ്പിക്കാൻ ഇന്ന് നിങ്ങൾ എന്ത് ചുവടുവെപ്പാണ് നടത്താൻ പോകുന്നത്? ആ പുതിയൊരു ചിന്താവിപ്ലവം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ.